ഹായ് ഫ്രണ്ട്സ്, ഈ ചെടി നിങ്ങൾ മിക്കവരുടെ വീട്ടിലും കാണുമായിരിക്കും. ഈ വോളിലൊക്കെ പെട്ടെന്ന് കയറി പിടിക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ കളർ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ചെടിയുടെ. പക്ഷേ ഇത് പാമ്പൊക്കെ വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്നൊക്കെ വലിച്ച് പറിച്ചെടുത്തിട്ട് പിന്നെ ഞാനൊരു കമ്പ് സെൻറ്ററിൽ കുത്തി ഞാനിതിനെ വളർത്തി വരുമായിരുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങ് വളരില്ല, അത്യാവശ്യം പതുക്കെ ഇത് വളരത്തുള്ളൂ കേട്ടോ. വോളിലാണ് ഇത് വേഗം കയറി പിടിക്കുന്നത്. പിന്നെ ഇതിന് നടുക്കുള്ള ആ കമ്പ് അങ്ങ് ദ്രവിച്ചു പോയി, വെള്ളമൊക്കെ ഒഴിക്കുന്നില്ല, അതുകൊണ്ട് ദ്രവിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് അവിടെ കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാതിരിക്കുവാണ്. അത് അവിടെ തന്നെ കിടന്നിട്ട് കുറേയൊക്കെ പടർന്നൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഇത് ഇനി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിതിൻ്റെ ഇല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് കളയാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഇതിനെ നമുക്ക് ഫസ്റ്റ് നമുക്കിതിൻ്റെ ആ പുല്ലൊക്കെ ഇല്ലേ, നിറച്ച് പുല്ലൊക്കെ കളമൊക്കെ നല്ലപോലെ ഉണ്ട്, അതെല്ലാം ഞാൻ പറിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചട്ടി, നമുക്ക് കുറച്ചുകൂടി വലിയൊരു ചട്ടി എടുക്കുകയാണ്. അപ്പോൾ ഞാനിതായി നോക്കിയത് ഈ ഒരു പൈപ്പാണ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ, അതായത് നമ്മൾ ഈ ഇലക്ട്രിക്കൊക്കെ ചെയ്യുന്നില്ലേ അങ്ങനത്തെ പൈപ്പ്, അതിൻ്റെ വയറ് കയറ്റുന്നില്ലേ അങ്ങനത്തെ പൈപ്പ്. അതിനെ ഞാനൊന്ന് ഒരു നീളത്തിലുള്ളതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായി ചൂടാക്കുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞു വരും. ഇതൊരു കോൺ ഷേപ്പിലുണ്ടാവും. അപ്പോൾ ഇത് ഈ ചട്ടിയിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയ ചട്ടിയിൽ നിന്ന് നമുക്കിതിനെ തട്ടി എടുക്കാം. അപ്പോൾ ഇത് ഈ മണ്ണും മണലും കൂടിയായതുകൊണ്ടൊക്കെ ചട്ടിയിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് മണ്ണിപ്പോൾ നിറയ്ക്കണമെങ്കിൽ നിറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നിറച്ചാലും മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആ കമ്പൊക്കെ എടുക്കാൻ വലിയ പാടാണ്, എന്നാലും ആ കമ്പൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി എടുക്കണം നമ്മൾ. എന്നിട്ട് ഞാൻ ഇത് മൊത്തത്തിൽ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഒത്തിരി കയ്യിൽ വരുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി അങ്ങ് നല്ലപോലെ കൂട്ടി പിടിച്ചിട്ട് അങ്ങ് നമുക്ക് ചുറ്റി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ചീഞ്ഞ് പോകുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇലയൊക്കെ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കളയാം. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയിൽ നിന്നൊക്കെ നല്ല ചെറുതായിട്ട് ഇങ്ങനെ നാമ്പൊക്കെ വരുമ്പോൾ കുറേ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിനെ മൊത്തം ചുറ്റി, അപ്പോൾ ഇതിന് പിടിച്ച് നിൽക്കാനായിട്ട് ഞാൻ നൂല് കൊണ്ടൊന്ന് ചുറ്റി വെക്കാണ്. കാരണം ഇതിങ്ങനെ സിൽക്കി ആയിട്ട് ഇരിക്കുന്നതല്ലേ, ഈ വഴുതിലുള്ളതല്ലേ ഈ പൈപ്പിന്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ നൂല് വെച്ച് കൂടെ ഒന്നുകൂടെ നല്ലപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ ഇട്ട് നിറച്ച് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഞാനിത് മൊത്തത്തിലൊന്ന് ആകെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകാണ്. കാരണം കുറേ മണ്ണും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് പൈപ്പ് കൊണ്ട് നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട്. ആവശ്യമുള്ള വെള്ളം അതിനകത്ത് കിട്ടും ചെയ്തോളും. ബാക്കി ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ വേരുകളിലൊക്കെ ഉള്ള മണ്ണുകളും ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണുകളൊക്കെ പോകാനായിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. നനച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിത് വെക്കുന്നത് നമ്മുടെ മണി പ്ലാന്റും പോത്തോസൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഇതിനെ കൂടെ ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.